അതുകൊണ്ട് തന്നെയാണ് ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബാങ്കിനകത്ത് എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിനകത്തും തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ CCTVയിലേക്ക് പോയ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും. നിരവധി CCTVകളുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്തുക എന്നുള്ള ഇതിനകത്ത് പ്രയാസമില്ല. പക്ഷേ അയാൾ ഹെൽമെറ്റ് ധരിച്ചാണ് അകത്ത് കയറിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്തുക എന്നുള്ളത് അല്പം ദുഷ്കരമാണ്. ഇനി ദേശീയപാതയിൽ സമയപ്രദേശങ്ങളിലേക്ക് എല്ലാ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കണ്ടെത്തുകയും പിന്നീട് അത് പിന്നെ ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാൻ കഴിയും. ഏതായാലും തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നതെന്നാണ്. ബൈക്ക് നടത്തിയ ശേഷം 15 ലക്ഷവുമായി ഇയാൾ മോഷണം നടത്തിയിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തീർച്ചയായും സുജിയ, അധികം സമയമൊന്നുമായിട്ടില്ല. ഏകദേശം തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ തൃശ്ശൂർ വിട്ടുപോകാനുള്ള സാധ്യത മാത്രമേ പരമാവധിയുള്ളൂ എന്നതാണ് പോലീസ് പറയുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. ഇപ്പോൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണാം. ഇയാൾ അകത്തേക്ക് കയറി വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ്. ബൈക്ക് കാണാൻ കഴിയും, അയാൾ വെച്ചുപോയ ബൈക്ക് കാണാൻ കഴിയും. അയാൾ ഹെൽമെറ്റ് ഊരി അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് PCR-ൽ സുജിയെ ഒന്ന് സംസാരിച്ചാൽ ഹെൽമെറ്റ് ധരിച്ച് അകത്തേക്ക് കയറുന്ന വ്യക്തിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ ലൈവായി കാണിക്കാൻ കഴിയും. ആ ഒരു കാറിന് പുറകുവശത്ത് ആ കാർ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. ആ കാർ ഇപ്പോൾ നമുക്ക് കാണിക്കാം. അതോടൊപ്പം തന്നെ അതിന് പുറകുവശത്തുള്ള CCTV അതിന് പുറകിൽ ഈ കാർ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. ഈ കാറിന് പുറകിലാണ് ബൈക്ക് അയാൾ സൂക്ഷിക്കുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് കരുതുന്നു. ആ കാറിന് പുറകിൽ ഒരു ബൈക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു സ്കൂട്ടറാണ് കൊണ്ടുവയ്ക്കുന്നത്. ബൈക്ക് പോലുമല്ല, ഒരു സ്കൂട്ടറാണ് കൊണ്ടുവയ്ക്കുന്നത്. ആ സ്കൂട്ടറിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ പുറകിൽ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ബാഗ് തൂക്കിയിട്ട് ഒരാൾ പതുക്കെ അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണിക്കാം.